ക്രിസ്തുവിൽ പ്രിയരെ, വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുന്നു. ക്രിസ്തുമസ് കഴിഞ്ഞ 40-ാം നാളാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. മോശയുടെ നിയമമനുസരിച്ച് പരിശുദ്ധ മറിയത്തിൻ്റെ ശുദ്ധീകരണത്തിനും കടിഞ്ഞൂൽ പുത്രൻ്റെ കാഴ്ചവയ്പ്പിനുമായി പരിശുദ്ധ മറിയവും ജോസഫും ഉണ്ണിയേശുവിനെയും കൊണ്ട് ജെറുസലേമിലെത്തി യേശുവിനെ ദൈവാലയത്തിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 40 വരെയുള്ള യേശുവിനെ ദൈവാലയത്തിൽ സമർപ്പിക്കുന്ന വചനഭാഗമാണ്. യേശുവിനെ ദൈവാലയത്തിൽ സമർപ്പിക്കുന്നതിന് ലൂക്ക ഏറെ പ്രാധാന്യം നൽകുന്നു. ഇതിന് പഴയ നിയമ പശ്ചാത്തലം കാണാൻ കഴിയും. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-2 അധ്യായങ്ങളിൽ ബാലനായ യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ശീലോഹായിലെ വിശുദ്ധ സ്ഥലത്ത് സാമുവേലിനെ സമർപ്പിക്കാൻ വന്നപ്പോൾ സ്വീകരിക്കുവാനും മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കുവാനും വൃദ്ധപുരോഹിതനായ ഏലി ഉണ്ടായിരുന്നു. അതുപോലെ ശിമയോനും അന്നയും ദൈവിക പ്രചോദനത്താൽ ദൈവാലയത്തിൽ സന്നിഹിതനായിരുന്നു. യേശുവിനെ സമർപ്പിക്കുന്ന വേളയിൽ യേശുവിനെ ദൈവാലയത്തിൽ സമർപ്പിക്കുന്നതിലൂടെ മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് വളർത്തണം എന്ന സൂചന നൽകുന്നു. വിശുദ്ധ ജോസഫിനെയും പരിശുദ്ധ മറിയത്തെയും പോലെ ഉത്തമരായ മാതാപിതാക്കൾ മക്കളെ ജ്ഞാനസ്നാനത്തിലൂടെ ദൈവത്തിന് സമർപ്പിച്ചും മക്കളെ ദൈവോന്മുഖരായും ദൈവാലയ കേന്ദ്രീകൃതമായും വളർത്തും എന്ന് വ്യക്തമാക്കുന്നു. യേശുവിൻ്റെ ദൈവാലയ സമർപ്പണത്തിലൂടെ വിശ്വസ്തനായ ഒരു യഹൂദനായി വിശുദ്ധ ലൂക്ക യേശുവിനെ ചിത്രീകരിക്കുന്നു. യേശു യഥാർത്ഥ ഇസ്രയേൽക്കാരനും ഇസ്രയേലുമാണ്. യഥാർത്ഥ ഇസ്രയേലായ യേശുവിൻ്റെ ശിഷ്യരുടെ സംഘമായ സഭയാണ് യഥാർത്ഥ ഇസ്രായേൽ എന്ന നിലപാട് വിശുദ്ധ ലൂക്ക ഇവിടെ വ്യക്തമാക്കുന്നു. സമർപ്പണം നിയമാനുസൃതം നിർമ്മിച്ചെടുത്ത ഒന്നാണ്. സമർപ്പണത്തിന് 3 അനുഷ്ഠാന കർമ്മങ്ങളുണ്ട്. 1. ശിശുവിൻ്റെ അമ്മയുടെ ശുദ്ധീകരണം. ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ശുദ്ധീകരണ കർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഒരാട്ടിൻകുട്ടിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ ചെങ്ങാലിയെയോ ബലിയർപ്പിക്കണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് മറിയവും ജോസഫും നിർവഹിച്ചത്. അവരുടെ കാഴ്ചവയ്പ് പ്രകാരം യേശു സാധാരണ കുടുംബത്തിൽ, ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു എന്ന് അനുമാനിക്കാം. രണ്ടാമതായി ശിശുവിനെ സമർപ്പിക്കുക. ആദ്യജാതന് കുഞ്ഞിൻ്റെ പിതാവ് ദൈവാലയത്തിൽ സമർപ്പിക്കുന്ന കർമ്മമാണിത്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 12 വരെയും സംഖ്യയുടെ പുസ്തകം 3-ാം അധ്യായം 47-48 വചനങ്ങളും 18-ാം അധ്യായം 15-16 വചനങ്ങളും ഇതിനെ പ്രതിപാദിക്കുന്നു. മോശയുടെ നിയമപ്രകാരം കടിഞ്ഞൂൽ പുത്രന്മാരെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ദൈവാലയത്തിൽ സമർപ്പിക്കണം. ആദ്യജാതന്മാർ കർത്താവിൻ്റെ വിശുദ്ധരത്രേ. 1 മാസം പ്രായമാകുമ്പോൾ 5 ഷെക്കൽ നൽകി അവരെ വീണ്ടെടുക്കണം എന്നും സംഖ്യയുടെ പുസ്തകം 3-ാം അധ്യായം 47-48 വചനങ്ങളിൽ കാണാം. വീണ്ടെടുപ്പ് പണം നൽകി യേശുവിനെ വീണ്ടെടുത്തെന്ന വിശുദ്ധ ലൂക്ക ഇവിടെ പറയുന്നില്ല. മൂന്നാമതായി പ്രതിഷ്ഠിക്കൽ. പ്രതിഷ്ഠാ നിയമങ്ങളൊന്നും പഴയ നിയമത്തിൽ കാണാനില്ല. എങ്കിലും സാമുവേലിനെ പോലെ സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വചനങ്ങൾ കാണുന്നത് പോലെ യേശുവിനെ ദൈവാലയത്തിൽ കർത്താവിൻ്റെ സേവനത്തിനായി പ്രതിഷ്ഠിച്ചു എന്ന് അനുമാനിക്കാം. കാരണം ശുശ്രൂഷയ്ക്കായി പ്രതിഷ്ഠിതനായതിനാൽ വീണ്ടെടുക്കേണ്ട ആവശ്യമില്ല. സമർപ്പണവും പ്രതിഷ്ഠയും ഇവിടെ തുടരുകയാണ്. കാരണം യേശു പിതാവിൻ്റെ ആലയത്തിൽ ആയിരിക്കേണ്ടവനും ശുശ്രൂഷയിൽ വ്യാപൃതനുമാകേണ്ടവനാണ്. യേശുവിൻ്റെ ദൈവാലയ സമർപ്പണത്തോടനുബന്ധിച്ച് ജെറുസലേമിലുണ്ടായിരുന്ന ശിമയോനെയും അന്നയെയും അവതരിപ്പിക്കുന്നു. യേശുവിൻ്റെ ദൗത്യം പ്രവചിക്കുന്നവർ 2 കർത്തൃസാക്ഷികളാണ്. കർത്താവിൻ്റെ സാക്ഷികളായ സ്ത്രീ പുരുഷ പ്രതിനിധികളാണവർ. സഖറിയായെയും എലിസബത്തിനെയും പോലെ പഴയ നിയമപ്രകാരം അവർ ഭക്തരായ യഹൂദരെ പ്രതിനിധാനം ചെയ്യുന്നു.
ദൈവിക രക്ഷാകര പദ്ധതിയിൽ സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളികളാണെന്ന് സാക്ഷിക്കുന്നു. ശിമയോനും അന്നയും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുന്നു. ശിശുവായ യേശുവിനെ കൈകളിലെടുത്തുകൊണ്ട് ശിമയോൻ സംസാരിക്കുന്നത്. ശിമയോൻ പുരോഹിതനാണെന്നോ ദൈവാലയത്തിലെ പരികർമ്മിയാണെന്നോ സൂചനയില്ല. ശിമയോൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം കേട്ടു എന്നാണ്. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നവനും ആത്മാവിനാൽ നയിക്കപ്പെട്ടവനുമാണെന്ന് വചനം സാക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ നിറവേറ്റപ്പെടുന്നതായി ശിമയോൻ കാണുന്നു. ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷകനാണെന്ന മാലാഖയുടെ സാക്ഷ്യം ശിമയോൻ ഇവിടെ ഏറ്റുചൊല്ലുന്നു. ശിമയോൻ പ്രവാചകനായിരുന്നില്ല, എന്നാൽ ആത്മാവിൻ്റെ നിറവിനാൽ സംസാരിച്ചതിനാൽ പ്രവാചക സ്ഥാനത്ത് നിലനിൽക്കുന്നു. അന്ന ഏക സ്ത്രീ പ്രവാചികയാണെന്ന് പറയുന്നു. അന്ന എന്ന പദത്തിൻ്റെ അർത്ഥം കൃപ അഥവാ ആനുകൂല്യം എന്നാണ്. ശിമയോനും അന്നയും ഉണ്ണിയേശുവിനെ ദർശിച്ചവരുടെ പ്രതീകങ്ങളാണ്. അവരുടെ ഭക്തിയും വിശ്വാസവും ഒരുക്കവുമാണ് ക്രിസ്തു ദർശനത്തിലേക്ക് അവരെ നയിച്ചത്. യേശുവിൻ്റെ ദൈവാലയത്തിലെ സമർപ്പണവും വൃദ്ധരായ ശിമയോൻ്റെയും അന്നയുടെയും ജീവിത സാക്ഷ്യവും നമ്മുടെ കുടുംബങ്ങളെ ദൈവഹിതത്തിന് സമർപ്പിക്കുവാനും ക്രിസ്തു ദർശനത്തിനായി കാത്തിരിക്കുവാനും ക്ഷണിക്കുന്നു. ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം, ഒന്നാമതായി യേശുവിൻ്റെ മാതാപിതാക്കൾ യേശുവിനെ ദൈവാലയത്തിൽ സമർപ്പിച്ചതുപോലെ മക്കളെ ദൈവാലയ കേന്ദ്രീകൃതമായി വളർത്തുവാൻ കഴിയണം. വചന കേന്ദ്രീകൃതമായി, കൂദാശ കേന്ദ്രീകൃതമായി, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി വളർത്തണം. രണ്ടാമതായി, വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ മറിയവും മോശയുടെ നിയമങ്ങൾ അനുഷ്ഠിച്ചതുപോലെ മാതാപിതാക്കൾ ദൈവകൽപ്പനകൾ പാലിക്കുന്നതിന് ഏറെ പ്രാധാന്യം നൽകണം. മൂന്നാമതായി, ശിമയോനെയും അന്നയെയും പോലെ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുവാനും ദൈവിക ദർശനത്തിനായി ജാഗരൂകതയോടെയും പ്രത്യാശയോടെയും കാത്തിരിക്കുവാനും കഴിയണം. നാലാമതായി, അനുദിന ജീവിതത്തിൽ ദൈവിക വഴികളിലൂടെ ചരിക്കുകയും പ്രത്യാശയുടെ അടയാളങ്ങൾ കണ്ടെത്തുകയും ചെയ്യണം. അഞ്ചാമതായി, ദൈവഭക്തിയും വിശ്വാസ ജീവിതവും വഴി രക്ഷകന് സാക്ഷ്യമേകാൻ കഴിയണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.